അവസ്ഥകൾ. ഞാൻ ടാക്സി ഓടിക്കും, ഞാനും എൻ്റെ ഭാര്യ മുണ്ടക്കലാണ്. പക്ഷെ ഞാൻ ഇപ്പോൾ ടാക്സി ഓടിച്ചിട്ടാണ് ജീവിക്കുന്നത്. വേറെ മാർഗ്ഗമില്ല. ടാക്സി ഓടിച്ചാൽ ചിലപ്പോൾ 200 കിട്ടും, ഇപ്പോൾ 500 കിട്ടും, 300 കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ നെടുമ്പാലയ്ക്ക് ട്രിപ്പ് ഓടിക്കൊണ്ട് ജീവിക്കുക. ഞാനവിടെ ഒരു സ്ഥലത്തിൻ്റെ മാനേജറും ഒരു റിസോർട്ടിൻ്റെ ആളൊക്കെ ആയിട്ട് ജീവിച്ച ആൾ. ഈ അവസ്ഥയിലാണ് നമ്മൾ. ഈ കുടുംബം പോറ്റാതിരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈ ടൗൺഷിപ്പ് എന്ന് പൂർത്തിയാകുന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വ്യക്തതയില്ല? ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ടൗൺഷിപ്പിലേക്ക് പോകണമെന്നാണ് ആഗ്രഹം. പണി തീർത്തു കഴിഞ്ഞാൽ നമുക്ക് വാടകയ്ക്ക് താമസിക്കേണ്ടല്ലോ. ഇപ്പോൾ നമുക്ക് പറഞ്ഞ ജോലി കാര്യങ്ങളൊന്നുമില്ല. കുടുംബത്തിൽ 10-11 പേര് മരണപ്പെട്ടതാണ്. എല്ലാവരും ഇപ്പോൾ ജോലി ഇല്ലാതെ വീട്ടിലിരിക്കുകയാണ്. സർക്കാർ ഇപ്പോൾ ഒരു 6000 രൂപ വാടകയും തരും. ഇപ്പോൾ കഴിഞ്ഞ സീസൺ വരെ 9000 വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മുടെ അവസ്ഥ. ഈ ടൗൺഷിപ്പ് ഇപ്പം ഒരു മാതൃകാ വീട് അല്ലെങ്കിൽ അത് മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത്. പുതുവർഷം ഒരു ആണ്ടാവുകയാണ്. ഇത് അനന്തമായി നീളുന്നു എന്ന് തോന്നുന്നുണ്ടോ? അല്ല, നമ്മൾ അവരോട് സംസാരിച്ചിരുന്നു. നമ്മൾ ജനകീയ ദുരന്ത സമിതിയുടെ ട്രഷറാണ്. ആ നിലയിൽ ഞാൻ അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് മഴയായതുകൊണ്ട് കുറച്ച് തടസ്സങ്ങളുണ്ട്, പണിക്കാർക്ക് തടസ്സങ്ങളുണ്ട്. പക്ഷേ ചെയ്യുന്നത് വീട് കുഴപ്പമില്ല. ഇപ്പം ടൈലിൻ്റെ അതിൽ ടൈലിടുന്നതിൻ്റെ ചെറിയൊരു വിഷയമുണ്ട്. അത് പോരാ എന്നുള്ളൊരു ചെറിയ അഭിപ്രായം എല്ലാവർക്കും ഉണ്ട്. ഈ മാതൃകാ വീട് ഇപ്പോൾ ടൈല് ലേശം മോശമാണെന്നുള്ള ഒരു ഇത് എല്ലാവരും പറയുന്നുണ്ട്, കണ്ടവരെല്ലാം പറയുന്നുണ്ട്. നമ്മൾ എന്തായാലും അത് അവരോട് നമ്മളെന്താ ട്രയലായിട്ടാണല്ലോ വീട് കെട്ടുന്നത്. അപ്പോൾ അതിൻ്റെ കുറവുകൾ നമുക്ക് സംസാരിക്കാനുള്ള വേദി ഉണ്ട്. ആ സംസാരിക്കാം. അതുകൊണ്ടാണ് നമ്മളത് പറയാതിരിക്കുന്നത്. അതുമാത്രമല്ല, ഞങ്ങൾ ഈ ഒരു വർഷം തികയുന്ന ഈ ഒരു വേളയിൽ ഒരുപാട് ആൾക്കാർ രക്ഷപ്പെട്ടിട്ടുണ്ട്. അന്ന് രാത്രി നമുക്ക് ഫോണ് പിടിക്കാനോ മൊബൈൽ എടുക്കാനോ ഒന്നും ആളില്ലാത്തതുകൊണ്ട്. കാരണം മരണത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാരെ രക്ഷപ്പെടുത്തി ഞാൻ, ഈ ദിനേശ്, ഈ റെജി എന്ന് പറയുന്ന ഒരുപാട് ആൾക്കാർ, ഞങ്ങൾ ഈ മണ്ണിൻ്റെ അടിയിലായ ആൾക്കാരെയും വീട്ടിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഫസ്റ്റ് ഉരുളപൊട്ടി കഴിഞ്ഞ് വന്ന ആൾക്കാരെയൊക്കെ ഞങ്ങൾ രക്ഷപ്പെടുത്തിയ ആൾക്കാരാണ്. അവരെല്ലാം കുറച്ച് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. കാരണം അതൊക്കെ നമുക്ക് അവരെയൊക്കെ കാണുമ്പോൾ നമുക്ക് വളരെ സന്തോഷം. കാരണം മരിച്ചു പോകുന്ന ആൾക്കാരെ നമ്മൾ രക്ഷപ്പെടുത്തിയല്ലോ. അവരെ കാണുമ്പോൾ ഈ ഒരു വർഷം കാണുമ്പോൾ അവരെ കാണുമ്പോൾ നമുക്ക് നമ്മളെ കാരണം അവർ രക്ഷപ്പെട്ടല്ലോ എന്ന്. പക്ഷേ ഈ സമയം വരെ നമുക്ക് എന്താ പ്രശ്നങ്ങളെന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ആ ദുരന്ത ബാധിതരായിട്ടുള്ള ആൾക്കാർക്ക് പാടിയില്ല. അതിലിപ്പം സോബിൻ പറഞ്ഞ പോലെ പടവട്ടിയിൽ മണിയേട്ടന് ഇന്ന് വരെ ഒരു വീടോ ഒരു വേറെ ഏതെങ്കിലും ഒരു പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല. അതുപോലെ സ്പോൺസറായിട്ട് വന്നിട്ടില്ല. അപ്പോൾ മൂപ്പരിത് ഈ ലിസ്റ്റിൽ വീടുണ്ടാവും, പടവെട്ടി വീടുണ്ടാവും എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇവർ നിൽക്കുന്നത്. അതിന് പടവെട്ടിയിലും ഈ പാടിയിലും പിന്നെ അതുപോലെ തന്നെ മുണ്ടക്കയിൽ നിങ്ങൾ ആലോചിക്കണം. ആ മസ്ജിദിൻ്റെ ബാക്കിൽ താമസിക്കുന്ന പാടിയിൽ അവിടെ ഒരു ചന്ദ്രനുണ്ട്, അയ്യപ്പനുണ്ട്. അങ്ങനെ ഞാനൊക്കെ ജനിക്കുമ്പോഴുള്ള ആൾക്കാരാണ് പാടി താമസിക്കുന്ന ആൾക്കാരാണ്. കാരണം അവർക്ക് സ്ഥലങ്ങൾ 5 സെൻറ്റ് 2 സെൻറ്റ് ഒക്കെ സ്ഥലമുണ്ട്. വീട് കെട്ടാനുള്ള പൈസ ലോണൊന്നും ശരിയാകാത്തതുകൊണ്ട് അവരങ്ങനെ അവിടെ തന്നെ നിൽക്കുക. പക്ഷെ അവരൊക്കെ എപ്പോഴും വിളിക്കുന്നുണ്ട് എന്താ ചെയ്യുക. അപ്പോൾ ഒന്നില്ലെങ്കിൽ സർക്കാർ എന്താ വെച്ചാൽ അവരും കൂടി ഒന്ന് ഉൾപ്പെടുത്തണം. എന്താ വെച്ചാൽ ഈ 50 മീറ്റർ എന്നുള്ളത് മാറ്റിയിട്ട് അവർക്ക് ഈ കാലാവസ്ഥയിലൊന്നും അവിടെ പോയി ആർക്കും താമസിക്കാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് സർക്കാർ ഈ 1-ാം വാർഷികത്തിൽ ആദ്യം ചെയ്യേണ്ടത് അവരെയും കൂടി ഒന്ന് ഉൾപ്പെടുത്തുക. അപ്പോൾ ഏകദേശം പ്രശ്നങ്ങളൊക്കെ നമുക്ക് അവസാനിച്ചിരുന്നു. ഈ വീടൊന്ന് വേഗം പ്രതികരിച്ച് ഞങ്ങളൊന്ന് അങ്ങോട്ട് ആക്കുക. ഞങ്ങൾ പല സ്ഥലങ്ങളാണ്. ഇപ്പോൾ ഞങ്ങൾ 8000-9000 വാടക കൊടുക്കുന്നു. ഞങ്ങൾക്ക് 6000 രൂപ കിട്ടുന്നു. വെള്ളത്തിന് വേറെ പൈസ കൊടുക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ അവസ്ഥകളുണ്ട്. അപ്പോൾ കാരണം ഞങ്ങൾ ഈ 9000 കിട്ടുന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ പിടിച്ചിരിക്കുന്നത് അവസ്ഥകൾ. ഞാൻ ടാക്സി ഓടിക്കും, ഞാനും എൻ്റെ ഭാര്യ മുണ്ടക്കലാണ്. പക്ഷെ ഞാൻ ഇപ്പോൾ ടാക്സി ഓടിച്ചിട്ടാണ് ജീവിക്കുന്നത്. വേറെ മാർഗ്ഗമില്ല. ടാക്സി ഓടിച്ചാൽ ചിലപ്പോൾ 200 കിട്ടും, ഇപ്പോൾ 500 കിട്ടും, 300 കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ നെടുമ്പാലയ്ക്ക് ട്രിപ്പ് ഓടിക്കൊണ്ട് ജീവിക്കുക. ഞാനവിടെ ഒരു സ്ഥലത്തിൻ്റെ മാനേജറും ഒരു റിസോർട്ടിൻ്റെ ആളൊക്കെ ആയിട്ട് ജീവിച്ച ആൾ. ഈ അവസ്ഥയിലാണ് നമ്മൾ. ഈ കുടുംബം പോറ്റാതിരിക്കാൻ പറ്റില്ല. പക്ഷേ 300 രൂപ തരുന്നത് ഞങ്ങൾക്ക് നല്ലതാണ്. അത് കുറച്ചും കൂടി നീട്ടിട്ട് എന്തായാലും സർക്കാർ അത് കുറച്ചും കൂടി ഒന്ന് നീട്ടി തരികയാണെങ്കിൽ ഞങ്ങൾക്ക് അത് വളരെ സന്തോഷം.